അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹിക്കമിലെ അടുത്തൊരു ക്ലാസ്സിലേക്കാണ് പ്രവേശിക്കുന്നത്. മൂന്നാമത്തെ ഹിക്മത്താണ് നമ്മളിന്ന് മൂന്നാമത്തെ ക്ലാസ് അഥവാ രണ്ടാമത്തെ ഹിക്മത്ത് ചർച്ച ചെയ്യുകയാണ്. രണ്ടാമത്തെ ഹിക്മത്ത് ഇറാദത്തുക തജ്രീദ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ് മിനശ് ശഹ്വത്തിൽ ഖഫിയ്യ വ ഇറാദത്തുകൽ അസ്ബാബ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ തജ്രീദി ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ. ഇതാണ് രണ്ടാമത്തെ ഹിക്മത്ത്. വായിക്കാൻ അല്ലെങ്കിൽ ടെക്സ്റ്റ് കുറച്ച് കൂടുതലുണ്ടെങ്കിലും മനസ്സിലാക്കാൻ സിമ്പിളാണ്. ഇറാദത്തുക തജ്രീദ് ഉദ്ദേശിക്കുക. മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി, നിന്നെ സബബിൻ്റെ ലോകത്താണ് അള്ളാഹു നിർത്തിയിട്ടുള്ളത്. അങ്ങനെ ആയിരിക്കാൻ ഈ തജ്രീദ് ഉദ്ദേശിക്കുക എന്നുള്ളത് മിന ഷഹ്വത്തിൽ ഖഫിയ, അത് നിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്നൊരു ഷഹ്വത്താണ്, ഒരു ചെറിയ ഷഹ്വത്തിൽപ്പെട്ടതാണ്. വ ഇറാദത്തുകൽ അസ്ബാബ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫി തജ്രീദി, തജ്രീദിൻ്റെ അവസ്ഥയിലാണ് അള്ളാഹു നിന്നെ നിർത്തിയത്, നീ ഉദ്ദേശിക്കുന്നത് സബബാണ്. എന്നിട്ട് അവിടുന്ന് സബബിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നു. അത് ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, ഒരു ഉയർന്ന സ്ഥാനത്തെ തൊട്ടിട്ടുള്ള വീഴ്ചയാണ് അത് അതിലൂടെ സംഭവിക്കുന്നത്. ജസ്റ്റ് വാക്കർത്ത് പറഞ്ഞതാണ്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. മനുഷ്യന് രണ്ടവസ്ഥകളാണ് ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെ നിർത്തിയിട്ടുണ്ടാവുക, എന്നെങ്കിൽ അസ്ബാബിലായിരിക്കും അല്ലെങ്കിൽ തജ്രീദിലായിരിക്കും. സബബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുന്യവിയായിട്ടുള്ള ലോകത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാൾ. ദുന്യവിയായ ബാധ്യതകൾ ഉണ്ടാവും, സമ്പത്ത് സമ്പാദിക്കേണ്ടി വരും, കുടുംബത്തെ നോക്കേണ്ടി വരും, പിതാവ് മക്കൾ, ഇങ്ങനെ തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബാധ്യതകൾ അവനെ ചുറ്റി നിൽക്കുന്നു. അപ്പോൾ അവനെ സബബിൻ്റെ ലോകത്താണെന്ന് നമുക്ക് പറയാം. തജ്രീദ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഇങ്ങനെ ഇവിടുത്തെ കുറേ ബാധ്യതകളൊന്നുമില്ല. സമ്പത്ത് ബാക്കിയുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുക, മറ്റുള്ളവരെ നോക്കുക, വേറെന്തെങ്കിലും ഡ്യൂട്ടികൾ, അങ്ങനെ പ്രത്യേകിച്ച് ഡ്യൂട്ടികളൊന്നുമില്ല. അവന് പൂർണ്ണമായിട്ടും പണ്ട് ഒഴിഞ്ഞിട്ടവനാണ്. എന്തിലേക്ക്? ഇൽമിലേക്കോ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കാണ്ട് ഒഴിഞ്ഞിടാൻ സാധിക്കുന്നവൻ അവനാണ് മുജറദ് തജ്രീദിൻ്റെ അവസ്ഥയിൽ എന്ന് പറയും. ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മൾക്കറിയില്ലോ, ചില ആൾക്കാരുണ്ടാവും ഒരു ലോകത്ത്, വേറെ ആൾക്കാർ മറ്റൊരു ലോകത്തായിരിക്കും. ഇങ്ങനെ ഈ രണ്ടവസ്ഥ. അപ്പോൾ എവിടെയാണോ അള്ളാഹു നമ്മെ നിർത്തിയത് അവിടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, സബബിൻ്റെ ലോകത്ത് ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിർത്തിയിട്ടുള്ളതെങ്കിൽ, അങ്ങനത്തെ ഡ്യൂട്ടികളൊക്കെ നമുക്ക് നിർവഹിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഡ്യൂട്ടികൾ നിർവഹിക്കണം. സമ്പത്ത് ചെലവഴിക്കണം, അല്ലെങ്കിൽ സമ്പാദിക്കണം, നമ്മുടെ ആശ്രയിച്ച് കുടുംബം കഴിയുന്നവരുണ്ടെങ്കിൽ ആ കുടുംബത്തിന് നോക്കണം, അങ്ങനെയുള്ള സബബുകളൊക്കെ നോക്കണം. അല്ല, ഇനി ഇങ്ങനൊന്നുമില്ല, നമ്മൾക്ക് ഇങ്ങനെ അള്ളാഹുവിന് ഇബാദത്ത് എടുത്താൽ മാത്രം മതി, വേറെ ഒരു ഡ്യൂട്ടി നമുക്കില്ല, അങ്ങനെയെങ്കിൽ പിന്നെ വെറുതെ സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി നിൽക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇതാണ് ആ സംഭവം. ഒന്നുകൂടി ആ ഹിക്മത്തിലേക്ക് നമുക്കൊന്ന് അർത്ഥം മനസ്സിലാക്കാൻ. ഇറാദത്തുക തജ്രീദ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി, സബബിലാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഡ്യൂട്ടികളും ബാധ്യതകളൊക്കെ നിങ്ങൾക്കുണ്ട്, എന്നിട്ടും നിങ്ങൾ തജ്രീദിന് ഉദ്ദേശിക്കുകയാണ്. ഇതൊന്നും വേണ്ട, ഞാൻ അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇവരൊന്നും നോക്കണില്ല, ഇവിടെ ഇബാദത്ത് ചെയ്യണ്ടേ എന്നും നോക്കി പോവുകയാണെങ്കിൽ അത് മിന ശഹ്വത്തിൽ ഖഫിയ, അത് നിന്നെ ശറഈ കൽപ്പിക്കുന്ന കൽപ്പനയല്ല, മറിച്ച് എന്താണ്? അത് നിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു ഷഹ്വത്താണ്. ഖഫിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഭവം ഉദ്ദേശിച്ചത് നല്ല കാര്യമൊക്കെ തന്നെയാണ് അല്ലേ. ഇനിയിപ്പം ഫുള്ള് ഇത്തിക്കാഫിരിക്കുക, അല്ലെങ്കിൽ മലൻ്റെ മുകളിൽ പോയി ഈ ഭാഗത്തിരിക്കുക, സംഭവം ആ കാര്യം നല്ലതായിരിക്കും, പക്ഷേ ഷഹ്വത്താണ്. കാരണം അത് ശറഅ് അനുകൂലിക്കുന്ന കാര്യമല്ല. വഇറാദത്തുകൽ അസ്ബാബ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫി തജ്രീദി, തജ്രീദിൽ അള്ളാഹു നിർത്തിയേക്കാണ്. അപ്പോൾ ഒരു ഇബാദത്ത് മാത്രം എടുത്താൽ മതി, എനിക്ക് വേറെ ഡ്യൂട്ടികളൊന്നും ഇല്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ, എന്നിട്ടും മോന് സബബിൻ്റെ അടുത്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് ഇൻഹിതാത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, അല്ലേ. പൂർണ്ണമായിട്ടും അള്ളാഹുവിലേക്ക് കണ്ട് ഒഴിഞ്ഞിടപ്പെട്ടവനെ, അല്ലെങ്കിൽ അങ്ങനെ മുന്നിടാൻ പറ്റുന്നവന് പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, ഇതിൻ്റെ പ്രായോഗിക വശങ്ങളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ചർച്ച ചെയ്യാം.
ഒന്നാമത്തെ ഒരു ഭാഗമാണ്. ഇത് 2 ഭാഗങ്ങളായിട്ട് ഇവിടെ ഉള്ളത്. ഒന്ന് ഇറാദത്തുക തജ്രീദമായ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ്. സബബിൽ നിർത്തിയ ഒരാൾ എന്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക? തജ്രീദിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക അല്ലേ? ആ ഇസ്തിലാഹാത്ത് പിടികിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുകയാണ്. സബബിൽ നിർത്തിയ ഒരാൾ തജ്രീദിലേക്ക് പോകാൻ ഉദ്ദേശിക്കുക, അത് ശഹ്വത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറേ മസ്ഊലിയാത്ത്, ഡ്യൂട്ടികളൊക്കെ നൽകി. അതൊക്കെ ഒഴിവാക്കിക്കണ്ട് ഞാനിവിടെ എന്താക്കി, കുടുംബത്തൊക്കെ ഇവിടെ ഇട്ട് ഞാൻ പഠിക്കാൻ പോവാണ്. ഫാമിലിയോ അതൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങളല്ലേ, അത് ഞാൻ നോക്കണില്ല. ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ഇബാദത്ത് ചെയ്യാൻ പോവാണ്. അത് എന്താണ്, ഇങ്ങനെ ഈ ഹറബ് ഓടുക, അത് ശരീഅത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൽമിനും ഇബാദത്തിനും വേണ്ടി നിനക്കേണ്ട അവസരം നൽകി. എന്നിട്ട് ദുനിയാവിനായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുക, അത് ഇൽമിൽ കോൺസെൻട്രേഷൻ കൊടുക്കാതെ, അതെന്താണ്, അതും യോജിച്ചതല്ല എന്നർത്ഥം. പിന്നെ അതിൽ മറ്റൊരു കാര്യം, എങ്ങനെയാണ് ഇപ്പം ഞാനിപ്പോൾ തജ്രീദിലാണോ അതോ സബബിലാണോ എന്ന് ഞാനിപ്പോൾ എങ്ങനെ തീരുമാനിക്കുക? അള്ളാഹു ഇപ്പോൾ എന്നെ നിർത്തിയത് ഇപ്പോൾ ഞാൻ അസ്ബാബിലാണ് നിർത്തിയതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടുന്ന് എവിടേക്ക് പോകാൻ പാടില്ല, തജ്രീദിലേക്ക് പോകാൻ പാടില്ല. തജ്രീദിലാണ് നിർത്തിയതെങ്കിൽ സബബിലേക്ക് പോകാൻ പാടില്ല, ഇതൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഏതൊരവസ്ഥയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ നൽകിയ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾക്കിപ്പോൾ ഡ്യൂട്ടികളുണ്ടോ? ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ദുനിയവിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഡ്യൂട്ടികൾ, അല്ലെങ്കിൽ സമ്പത്ത് ചെലവഴിക്കാൻ ആളുകൾ, എനിക്ക് വേണ്ടി സമ്പത്ത് ഞാൻ സമ്പാദിക്കേണ്ടതുണ്ടോ, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമ്പാദിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണോ ഞാനിപ്പോൾ ഉള്ളത്? ഞാൻ സബബിലാണ്. ഇല്ല, ഞാൻ പൂർണ്ണമായിട്ടും അതിൽ നിന്നൊക്കെ മുക്തനാണ്. ഞാനിങ്ങനെ നിന്നെടുത്താൽ മതി, സമ്പത്തൊക്കെ ഇങ്ങനെ വരും. അത് വേറൊരാൾ തന്നിട്ടാകാം, വാപ്പ തരുന്നുണ്ട് സമ്പത്ത്, ഈ പഠിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമ്പത്ത് മുഴുവൻ വാപ്പ തരികയാണ്. അപ്പോൾ സമ്പത്തിലേക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെയെങ്കിൽ ഞാൻ തജ്രീദിലാണ്. കാരണം ഞാൻ ദുനിയാവുമായി ബന്ധപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇൽമുമായിട്ട് അല്ലെങ്കിൽ ഇബാദത്തുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് പോയാൽ മതി. അപ്പോൾ ഇതൊരു ഹിക്മത്താണ്, ഇവിടെ നൽകപ്പെട്ടുള്ളതൊരു ഹിക്മത്താണ്. പിന്നെ അലാമത്ത് ഇഖാമത്തിൽ ഹഖ് ലക ഫി ഷൈഇ ഇദാമത്തുഹു ഇയ്യാക മാ ഹുസൂലിൻ നതായിജ്. ഇത് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നൊരു ഹിക്മത്താണ്. അപ്പോൾ ഒരു അവസ്ഥയിൽ അള്ളാഹു നിന്നെ നിർത്തി എന്നതിന് അടയാളം എന്താ? ഇദാമത്തുഹു ഇയ്യാക ഫീ മാ ഹുസൂലിൻ നതായിജ്. ഒരു അവസ്ഥ, നിലവിലുള്ള അവസ്ഥയിലേക്ക് നോക്കിയാൽ മതി. ആ അവസ്ഥ ഇങ്ങനെ തുടർന്ന് അതിൽ എനിക്ക് റിസൾട്ടുകൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടി വരുന്നത് എങ്കിൽ ഞാൻ അവസ്ഥയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുക. അതിനൊരു മെയ്യാർ, അളവുകോലെന്ന് പറഞ്ഞാൽ, ഒരു കുടുംബത്തിന് എനിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടോ? ജനങ്ങളെ ആവശ്യം നിർവഹിക്കലിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ നീ എന്തിലാണ്? സബബിലാണ്. അല്ല, പൂർണ്ണമായിട്ടും സമ്പത്ത് നിനക്ക് അങ്ങോട്ട് വരുന്ന രൂപത്തിലാണോ? അങ്ങനെയെങ്കിൽ നീ തജ്രീദിലാണ്. അതാണ് അതിനുള്ള മിഖ്യാസ്. അല്ലാതെ ഞാനിപ്പോൾ തജ്രീദിലാണെന്ന് വെറുതെ തോന്നലല്ല. തോന്നലൊക്കെ റെഡി ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിനെ ഇവിടെ ഇട്ട് ഇബാദത്തിന് പോയാളും മുജറദാണെന്ന് പറയണം. ഓക്കെ, കാരണം ഓനക്ക് തോന്നിയതാണ് ഞാൻ എന്താണ് അള്ളാഹുലേക്ക് എടുക്കണം. അങ്ങനെയല്ല, ഓനക്ക് ഏത് സബബിലാണ് അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ ഇതിനുള്ള മറുപടി ലഭിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ പറഞ്ഞാൽ, ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തജ്രീദിൽ നിർത്തിയാൽ അവിടെ ശൈത്താൻ വന്നേക്കാം. എന്നിട്ട് അവനോട് ഇങ്ങനെ വസ്വാസാക്കും, എന്താപ്പം മുജറദിൽ ആയിട്ട് നിൽക്കണ, എനിക്ക് സബബിക്ക് ഇറങ്ങിക്കൂടെ? കാരണം സബബിൽ നിന്നാൽ കുറേ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും. നേരെ സബബിലുള്ള ആളോട് ശൈത്താൻ വരും, എന്നിട്ട് പറയും, ശൈത്താൻ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കും, തജ്രീദിലേക്ക് പോകണ്ടേ എന്നുള്ളൊരു. ചിലപ്പോൾ 2 അവസ്ഥയിലും ശൈത്താൻ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്, അത് എന്താണ്, ഒരു ശഹ്വത്തുമായി ബന്ധപ്പെട്ടിട്ടാണ് അള്ളാഹു എവിടെയാണ് നിർത്തിയത് ആ സമയത്തുള്ള ബാധ്യതകൾ നിർവഹിക്കണം. അസ്ബാബിൻ്റെ അടുത്തോട് ശൈത്താൻ പറയും, ഉയർച്ചയ്ക്ക് പോകണ്ടേ, തദറജ് ഇലലോലോ, ഉയർച്ചയിലേക്ക് നമ്മളിങ്ങനെ പോകണം അല്ലേ? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പക്കൽ ശൈത്താൻ വന്നില്ലേ, മാനഹാക്കുമാ റബ്ബുക്കുമാൻ ഹാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂന മലക്കൈനി ഔ തകൂന മിനൽ ഖാലിദീൻ.
ഈ മരത്തെ തൊട്ട് നിങ്ങളെ വിലക്കിയത് എന്തിനാണ്? നിങ്ങൾ മലക്കാവണ്ട, നിങ്ങളോട് ചെയ്താൽ നിങ്ങൾ വലിയ ആൾക്കാരാവും, മലക്കുകളാവും, അല്ലെങ്കിൽ ഖാലിദാവും. അപ്പോൾ ആ ഉയർച്ച അവരെ കാണിച്ചിട്ടാണ് എന്താക്കണത്? ശൈത്താൻ പിയപ്പിക്കാൻ നിൽക്കുന്നത്. അതേപോലെ സബബിലുള്ള ഒരാളോട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകണ്ടേ, ഇബാദത്തുകൾ അധികരിപ്പിക്കണ്ടേ, 24 മണിക്കൂർ ഇബാദത്ത് ചെയ്യാനല്ലേ അള്ളാഹു പഠിച്ചിട്ടുള്ളത്, അപ്പോൾ ഫുള്ള് നിസ്കരിക്കണ്ടേ എന്നുള്ള രൂപത്തിലുള്ളൊരു ചിന്തകൾ ഇങ്ങനെ ഇയാൾക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അത് ശരിയാണല്ലേ എന്ന രൂപത്തിൽ അതിലേക്കാണ് ചായാം. അത് ചായൽ പ്രശ്നമാണ്. ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. പൂർണ്ണമായും അള്ളാഹുവിലേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്ന ആൾ, അയാളെടുത്ത് ശൈത്താൻ പോയി പറയും, എന്താ ഇപ്പം ഇങ്ങനെ തജ്രീദിൽ നിൽക്കണത്, നിങ്ങളടുത്ത് സമ്പത്തുണ്ടോ? സമ്പത്തില്ല. സമ്പത്തുണ്ടായാൽ കുറേ നന്മകൾ ചെയ്തൂടെ? സമ്പത്ത് സമ്പാദിക്കുക, എന്നിട്ട് അത് പാവങ്ങൾക്ക് സ്വതം കൊടുക്കുക, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ഇതൊക്കെ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ എത്രത്തോളം ഡ്യൂട്ടി ഉണ്ട്, സമ്പത്തുകൊണ്ട് എത്ര കൂടിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കണ്ടേ, സ്വയം ഉണ്ടാക്കണ്ടേ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ എന്താക്കി കൊടുക്കും, വസ്വാസ്. അപ്പോൾ അത് ശരിയാണല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടിടത്തും ശൈത്താൻ എന്തുണ്ട്? സ്കോപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്തിട്ടാകണം ഒരു മനുഷ്യൻ നിൽക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രായോഗിക വശങ്ങളൊക്കെ സംസാരിക്കും. ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു, അൽ ജുസ്ഉൽ അവ്വൽ മിനൽ ഹിക്മ ഹാലത്തുൽ അസ്ബാബ്. അപ്പോൾ ഒരു കുടുംബത്തെ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ, ഒരു കുടുംബം എന്നുള്ളത് ഒരു മാത്രം ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ട്. അപ്പോൾ അയാൾ നിർബന്ധമായിട്ടും ജോലിക്ക് പോകണം. ജോലിക്ക് മടങ്ങി വന്നാൽ ആർക്കൊപ്പം സമയം കണ്ടെത്തണം? കുടുംബത്തിനൊപ്പം സമയം കണ്ടെത്തണം. അവരോട് സംസാരിക്കാൻ, അവർക്കൊപ്പം ചിരിച്ച് കളിച്ചിരിക്കാൻ, കുട്ടികളെ കളിപ്പിക്കാൻ, ഇതിനൊക്കെ സമയം കണ്ടെത്തണം. അപ്പോൾ ഇബാദത്ത് വേണ്ടത്, ഇതൊക്കെ ഇബാദത്താണ്. ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ ഇനിസ്തഖാമത്തിൻ നിയ്യത്ത് ശരിയാണെങ്കിൽ പ്രവർത്തനങ്ങൾ നമുക്ക് എന്താക്കാൻ സാധിക്കും? ഇബാദത്താക്കാൻ സാധിക്കും. അപ്പോൾ ഏത് കാര്യങ്ങളും അത് ഇബാദത്താകും. അത് കുടുംബമാവട്ടെ, നമ്മുടെ സാമൂഹികമായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഡ്യൂട്ടികൾ ലഭിച്ചു, ആ ഡ്യൂട്ടി നിർവഹിക്കുക എന്നുള്ളതാണ് ബാധ്യത. സൂഫി ഇബ്നു വഖ്തിഹി എന്ന് പ്രയോഗമുണ്ട്. സൂഫി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു വഖ്തിഹി. ആ വഖ്തിൽ എന്താണോ അവൻ ഏൽപ്പിക്കപ്പെട്ടത് ആ ബാധ്യത നിർവഹിക്കുന്ന ആളാണ് സൂഫി. ആ സമയത്ത് മുതലെടുക്കുന്ന ആളാണ്. പിന്നെന്തെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. അപ്പോൾ എന്താണ് ഡ്യൂട്ടി? ആ ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിക്കുക. അല്ലാതെ ഇങ്ങനെ തസ്ബീഹ് ചെല്ലുക എന്ന് പറഞ്ഞാൽ തസ്ബീഹിൻ്റെ മാലയിൽ ഇങ്ങനെ മണികൾ മറിക്കുക എന്നുള്ളത് മാത്രമല്ല ദിക്ർ, ദുആ അല്ലെങ്കിൽ ഇബാദത്ത്. ഇതെല്ലാം ഇബാദത്താണ്. ഇങ്ങനെ ഭാര്യമാരോട് വർത്തമാനം പറഞ്ഞിരിക്കുക, സല്ലപിച്ചിരിക്കുക എന്നുള്ളത് എന്തായിട്ടാണ് ഇസ്ലാം പരിഗണിക്കുന്നത്? ഇബാദത്താണ്. മാതാപിതാക്കളെ പരിഗണിക്കുക എന്നുള്ളത് ഇബാദത്താണ്. എല്ലാം ഇബാദത്താണ് അല്ലേ. ജിഹാദിന് പോകാൻ സ്വഹാബി സമ്മതം ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത് മാതാപിതാക്കളുണ്ടെങ്കിൽ അവിടെ പോയി ഖിദ്മത്ത് ചെയ്യാനാണ്. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകപ്പെട്ട ഡ്യൂട്ടികൾ, ആ ഡ്യൂട്ടികൾ കൃത്യമായിട്ട് നല്ല നിയ്യത്തോടെ നിർവഹിക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ ഇബാദത്ത്. അതിനർത്ഥം മറ്റേ ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, ഇതൊന്നൊക്കെ ഉപേക്ഷിക്കണം എന്നുള്ളതല്ല. ആ സാധനങ്ങളൊക്കെ എന്താകണം? കിട്ടണം, അതൊക്കെ ചെയ്യണം. അതിനോട് വിരുദ്ധമാവാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഏൽപ്പിച്ച ഡ്യൂട്ടികൾ, മസ്ഊലിയത്ത് അല്ലേ, ആ മസ്ഊലിയത്ത് നിർവഹിക്കുകയും വേണം. മറ്റേതും പ്രധാനമാണ് കേട്ടോ, ശരീഅത്തിന് വിരുദ്ധമാകാത്ത രൂപങ്ങൾ. ഇനിയിപ്പോൾ കുടുംബമുണ്ട്, കുടുംബം നോക്കണം, അതുകൊണ്ട് ഞാൻ ശരീഅത്തിന് വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുക, അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഞാൻ സമ്പത്ത് സമ്പാദിക്കുക, ഇത് ശരിയല്ല. കാരണം അത് നേരത്തെ പറഞ്ഞ അവസ്ഥക്കെതിരാണ്. ഏത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സബബിൽ നിർത്തി എന്ന് പറഞ്ഞില്ലേ? സബബിൽ നിൽക്കലപ്പോഴാണ്. ആ സബബിൽ നിൽക്കുമ്പോൾ നമുക്ക് കസ്ബ് ഡ്യൂട്ടികൾ ഉണ്ടാകുന്നു. ആ ഡ്യൂട്ടി ഈ ജോലി കൊണ്ട് നിർവഹിക്കപ്പെടുന്നു. അത് ശരീഅത്തിനോട് അനുകൂലമാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സബബിൽ നിർത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാകണം. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഒരു കുടുംബം മാത്രമല്ല, ഒരു ഉമ്മത്ത് അല്ലേ, ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സംഘടനാ ഡ്യൂട്ടികൾ, ഒരു പഞ്ചായത്ത്,
അല്ലെങ്കിൽ ഒരു സംസ്ഥാനം, ഒരു രാജ്യം മൊത്തത്തിൽ ഭരിക്കാനൊക്കെ അവസരം ലഭിക്കും. അവിടെ എന്താണ്, ആ ഉമ്മത്തിൻ്റെ കാര്യം നോക്കൽ നിർബന്ധമാണ്. റിയായത്തുദ്ദീന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലേ മതസംഘടനകൾ എന്തെങ്കിലും ദീനിൻ്റെ എന്തെങ്കിലും ഡ്യൂട്ടികൾ ലഭിച്ചു, ഒരു പള്ളി ലഭിച്ചു, ഇഹ്യാ ഉൽ മവാത്ത്, ഹിറാസത്തു സഗർ, എന്തും ആവട്ടെ, യുദ്ധം അല്ലേ, യുദ്ധത്തിനൊരു സൈനിക ഡ്യൂട്ടി ലഭിച്ചാൽ ആ സൈനികൻ്റെ ഡ്യൂട്ടി രാജ്യം കാക്കലാണ്. നിർബന്ധമായിട്ടത് നോക്കണം. ഒക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത് ഖുർആനിനോട് ഇങ്ങനെ വിലപിക്കുന്നുണ്ട്. ശഗലനി അൻക ജിഹാദ്, ഖുർആൻ എന്നെ ഞാൻ കുറേ ഓതാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. കാരണം എൻ്റെ ജീവിതം മൊത്തം എന്തായിരുന്നു, ജിഹാദായിരുന്നു. ഞാൻ ജിഹാദായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അതേപോലെ ഓരോ സ്വഹാബത്തും ഓരോ ഘട്ടങ്ങളിലായിരുന്നു, ഓരോ രൂപങ്ങളിലായിരുന്നു ജോലിയെടുത്തിരുന്നത്. ചിലവരിങ്ങനെ വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് അങ്ങാണ്ട് ഒഴിഞ്ഞിട്ടവരായിരുന്നു. അതേസമയം ഓരോ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ട് കസ്ബ് ഇങ്ങനെ ജോലിക്ക് വേണ്ടി പോയിരുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ജോലിക്കും ഇടയ്ക്ക് ഇൽമിനും പോയിരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ തുടങ്ങി പല ഡ്യൂട്ടികളിലായിട്ട് വിന്യസിക്കപ്പെട്ടവരായിരുന്നു സ്വഹാബത്ത്. അപ്പോൾ അമല് സ്വാലിഹ് ഇന്നതാണ് എന്നുള്ളതൊന്നുമില്ല. ഏത് അമലായാലും അത് നിയ്യത്ത് നല്ലതാണോ നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. മറ്റൊരു ഭാഗമാണ് തജ്രീദ്. തജ്രീദ് അത് നമ്മുടെ അവസ്ഥയിലേക്ക് വെച്ച് നോക്കുക, നമ്മുടെ സാഹചര്യത്തിലേക്ക് വെച്ച് നോക്കുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ഇവിടെ ഒരു വിദ്യാർത്ഥി എന്നുള്ള രൂപത്തിൽ മുതഅല്ലിം മുജറദ്, ഇതൊരു സൂഫി ഇതിലേക്ക് മാത്രം ഒതുക്കാതെ നമ്മുടെ പൊതു സാഹചര്യങ്ങളിലേക്ക് വെക്കുകയാണെങ്കിൽ ഒരു മുതഅല്ലിം, ആ മുതഅല്ലിം മുജറദിലാണ്, തജ്രീദിൻ്റെ ഹാലിലാണ്. കാരണം ഒരു മുതഅല്ലിം പഠിക്കുന്നത് സമ്പത്ത് സമ്പാദിച്ചിട്ടാണോ? അല്ല, ആ സമ്പാദ്യം അല്ലെങ്കിൽ പൈസ എന്നുള്ളത് പിതാവ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇനി പഠിച്ചോ, ഞാൻ ചിലവഴിച്ചോളാന്ന് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥ തജ്രീദിൻ്റെ അവസ്ഥയാണ്. അപ്പം ഒരു മുതഅല്ലിമിൻ്റെ മേൽ, ഒരു പഠിതാവിൻ്റെ മേലിൽ നിർബന്ധം എന്താണ്? പൂർണ്ണമായിട്ടും പഠനത്തിലേക്ക് മുന്നിടുക. എവിടേക്ക് തിരിയാൻ പാടില്ല? കസ്ബ് മാഷിലേക്ക് തിരിയാൻ പാടില്ല. ഓക്കെ, കാരണം ഈ പറഞ്ഞ പോലെ തജ്രീദിലുള്ള അവസ്ഥയിൽ നിന്ന് സബബിലേക്ക് പോകലാണ്. തജ്രീദിലുള്ള അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. ആ അവസ്ഥയിൽ നിന്ന് സബബിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ സാധാരണ ഉദാഹരണങ്ങൾ നമ്മൾ പലതവണ ഉദാഹരണത്തിലൊക്കെ കൊണ്ടുവന്നതാണ്. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്തെങ്കിലും ഒരു ഡ്യൂട്ടി നിർവഹിക്കപ്പെട്ടാൽ, ഡ്യൂട്ടിക്ക് വേണ്ടി നമ്മൾ മസ്ഊൽ ഹുക്കൂമി, ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ടാൽ പിന്നെ ആ ഡ്യൂട്ടിക്കനുസരിച്ച് ആൾക്കാരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ ജനങ്ങളിങ്ങനെ വരിയോട് നിൽക്കുക, അപ്പോൾ ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് ഇത്തികാഫിൽ നിന്ന് വരട്ടെ എന്നുള്ളതല്ല. എന്നത് ആവാൻ പാടില്ല. ഒരാളുടെ നിസ്കരിക്കാൻ പോയാലും ഒന്ന് ഭയങ്കര നിസ്കാരം ഒന്ന് നീട്ടുക, സുന്നത്ത് കൂടുതൽ നിസ്കരിക്കുക. എന്തിന്? ഇപ്പോൾ ഏതായാലും ജനങ്ങൾക്കവിടെ നിൽക്കല്ലോ, ഒന്ന് റിലാക്സേഷൻ. ഇതല്ല, അവൻ്റെ നിർബന്ധമായ ഡ്യൂട്ടി എന്താണ്? നിസ്കരിക്കണം. അതോടൊപ്പം ആ ജനങ്ങളുടെ ഖളാഉ ഹാജാത്തിന്നാസ് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹജ്ജാജ്. ഇങ്ങനെ ഓരോ ഉദാഹരണങ്ങളും പലതും നമുക്ക് കൂടെ വെക്കാൻ കഴിയും. ബൂത്തിയൊക്കെ കൊണ്ടുവരുന്ന ഉദാഹരണമാണ്. ഹജ്ജാജിമാർ ഒപ്പം ആൾക്കാർ പോകും, സേവകന്മാരായിട്ട്, വളണ്ടിയേഴ്സായിട്ട്. ഉദാഹരണം, ഒരു ഹാജിക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹായിയായിട്ട് മറ്റൊരാളെ കൊണ്ടുപോവാം. അപ്പോൾ ഈ ഹാജിയെ സഹായിക്കുക എന്നുള്ളതാണ് കൂടെ പോകുന്ന ആളുടെ ഡ്യൂട്ടി. അതിന് പകരം അദ്ദേഹം മറ്റൊരു ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ മറ്റു ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ളത് എതിരാണ്, ശറഈനെതിരാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്നുള്ളത് ഈ സബബാണ്. ഈ സബബിൽ ഏർപ്പെടേണ്ട, ഇദ്ദേഹത്തെ സഹായിക്കേണ്ട ആളാണ് ഈ ഖാദിം. ആ ഖാദിമ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മറ്റൊരു ഹജ്ജ് എന്നുള്ള ഞാനിപ്പം ഇബാദത്ത് എന്നുള്ള രൂപത്തിലേക്ക് പോകാനല്ല അയാൾ ചെയ്യേണ്ടത്. അയാളുടെ ഇബാദത്ത് എന്താണ്? ഈ നിലവിൽ ആ ഹാജിമാരെ സഹായിക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണം തന്നെയാണ് ഇൽമ് എന്നുള്ള ഒരു സാധനത്തിൽ തജ്രീദിൻ്റെ ഹാലിൽ നിന്നൊരാൾ എനിക്ക് റിസ്ക് കിട്ടൂലല്ലോ, സമ്പത്ത് കിട്ടൂലല്ലോ, ഞാനിങ്ങനെ പോയാലിപ്പോൾ ഇങ്ങനത്തെ ഇവിടുത്തെ ദുന്യവിയായ സൗകര്യങ്ങളൊന്നും ലഭിക്കൂലല്ലോ എന്നുള്ള രൂപത്തിൽ അതിൽ നിന്ന് ഒയ്യുക എന്നുള്ളത് എന്താണ്? ഇൻഹിതാത്ത് അനിൽ ഹിമ്മത്തിൽ അലിയ. മഹാനായ ബൂത്തി
തൻ്റെ ജീവിത ചരിത്രമൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് മുതലേ പിതാവ് ഇൽമിൻ്റെ മേഖലയിലേക്ക് പറഞ്ഞയക്കുന്നതും അങ്ങനെ പലരും അദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനെ പോയാലിപ്പോൾ എന്ത് കിട്ടൂല, സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ദുന്യവിയായിട്ടുള്ള ലാഭങ്ങളൊന്നും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താവുന്നുണ്ട്, അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിതാവിൻ്റെ ഒരു പ്രശസ്തമായ കോട്ടിങ് അദ്ദേഹം പലവരും ഉദ്ധരിക്കുന്നുണ്ട്. മുല്ല റമദാനുൽ ബൂത്തിയെ ഹസൻ ഹബന്നക്ക ഉസ്താദിൻ്റെ പക്കൽ കൊണ്ടയക്കുമ്പോൾ വാപ്പ പറയുന്നുണ്ട്, ലവാലിംതു അന്നത്വരീഖ ഇലല്ലാഹ് അന്നത്വരീഖൽ മൂസില ഇലല്ലാഹി ഫി കസ്ഹിൽ ഖുമാമ ലജഅൽതു മിൻക സബ്ബാല. അതേ പറയണ്ട, ഞാൻ എൻ്റെ ജീവിതകാലം കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ല വഴി വൃത്തിയാക്കലാണെങ്കിൽ, അടിച്ച് ആണെങ്കിൽ ഞാൻ എന്നെ അങ്ങനെ ഒരു തൂപ്പുകാരനാക്കുമായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി ഇൽമാണ്. അതിനാൽ ഞാൻ എന്നെ ഇൽമിൽ ആക്കുകയാണെന്ന് പറഞ്ഞിട്ട് വാപ്പ ഇൽമിലേക്ക് ബൂത്തിയെ ചേർക്കുന്നുണ്ട്, ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടാക്കുന്നു. അങ്ങനെ സമ്പത്തൊക്കെ വാപ്പ ഏറ്റെടുത്തുകൊണ്ട്, അപ്പോൾ അതിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തജ്രീദിൻ്റെ ഹാലാണ് അദ്ദേഹത്തെ ഉണ്ടായിരുന്ന അർത്ഥം. പിന്നെ അതുപോലെ തന്നെ ഇതോടൊപ്പം തന്നെ രണ്ടും അല്ലേ, കുല്ലദീ ഹഖിൻ ഹഖ, രണ്ട് ഭാഗം ഉണ്ടാവും. കുറേ ആൾക്കാർ രാവിലെ ജോലിക്ക് പോകും, രാത്രി കുറച്ച് നേരം ഇൽമിന് അല്ലേ, അപ്പോൾ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്നു. മഹാനായ സ്വഹാബത്തിൻ്റെ കഥകളൊക്കെ ഉണ്ടാവല്ലോ, രാത്രിയും പൂർണ്ണമായിട്ട് ഇബാദത്ത്, അല്ലെങ്കിൽ രാവിലെയും പൂർണ്ണമായിട്ട് നോമ്പും ഇബാദത്തും, ഭാര്യമാരുടെ അടുത്തേക്കൊന്നും പോവാതെ അങ്ങനെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനൊക്കെ മഹാനായ സൽമാൻ ഫാരിസി അടക്കമുള്ള സ്വഹാബത്ത് തിരുത്തിയ സംഭവങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. വആതി കുല്ലദി ഹഖൻ ഹഖ ഇന്നലി നഫ്സിക അലൈക ഹഖ വ ഇന്നലി അഹ്ലിക അലൈക ഹഖ. എല്ലാവർക്കും ഹക്കുണ്ട്, ആ ഹക്കുകൾ നൽകുക. ഓക്കെ, രാവിലത്തെ കച്ചവടക്കാരനാകുന്നു, രാത്രി ഉസ്താദിൻ്റെ പക്കൽ പോയി ഇൽമ് കരസ്ഥമാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഓരോ സമയത്തും തജ്രീദും ഇതും രണ്ടും കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഈ അവസ്ഥകൾ ആണ് നമ്മളിന്ന് സംസാരിച്ചത്. തജ്രീദിലുള്ള അവസ്ഥകൾ തജ്രീദിൻ്റെ ഡ്യൂട്ടികൾ നിർവഹിക്കണം, സബബിലുള്ള ആളുകൾ സബബിൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം. രണ്ടും അത്യാവശ്യമാണ്. അതേസമയം ഒന്ന് ഒഴിവാക്കിയിട്ട് മറ്റൊന്നിലേക്ക് പോകുക എന്നുള്ളത് ശറഈന് വിരുദ്ധവുമാണ്. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.